السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه. أما بعد. അബൂ ഹാസിം റളിയല്ലാഹു അൻഹു ഒരു സംഭവം വിവരിക്കുകയാണ്. അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാക്കിൽ നിൽക്കുന്ന സമയത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ഒളു ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ഒളുവിനെ ഇദ്ദേഹം കാണുന്നുണ്ട്. അങ്ങനെ കൈ കഴുകിയ സമയത്ത് സാധാരണ നമ്മൾ മുട്ട് വരാനുള്ള കൈ കഴുകാറ്. പക്ഷെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കക്ഷം വരെ കഴുകി കൈ. അപ്പോൾ ഇത് കണ്ടപ്പോൾ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു ഇത് കാണുന്നുണ്ടല്ലോ, ചോദിച്ചു, അല്ല അബൂ ഹുറൈറ തങ്ങളെ, എന്തു ഒളുവാ ഈ എടുക്കുന്നത് എന്ന് ചോദിച്ചു. ഇങ്ങനൊരു ഒളു നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഒളു എടുക്കുമായിരുന്നില്ല. അതായത് ഈ കോലത്തിലുള്ള ഒളു ഞാൻ എടുക്കുമായിരുന്നില്ല. ഞാനേ ഇങ്ങനെ ഒളു ചെയ്യാൻ കാരണം, അതിൻ്റെ കാരണം വിശദീകരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് മുഅ്മിൻ ആയ ഒരു വ്യക്തിയുടെ അവയവങ്ങളൊക്കെ തിളങ്ങും. ഏതുവരെ തിളങ്ങും? ഒളുവിൻ്റെ വെള്ളം ഏതുവരെ എത്തിയോ അതുവരെ തിളങ്ങും. അപ്പം ആ തിളക്കം കൂടുതലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഒളു ചെയ്തത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ വുളൂ എന്ന് പറയുന്നത് അംഗശുദ്ധീകരണം മുഅ്മിനീങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. മാത്രവുമല്ല, ഈ വുളുവിൻ്റെ അടയാളം മുസ്ലിമീങ്ങളായ ആളുകൾക്ക് നാളെ ഖിയാമത്ത് നാളിൽ ഒരു പ്രകാശമായി മാറുമെന്നാണ്. ആ പ്രകാശം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഉമ്മത്തിനെ മനസ്സിലാക്കുക. എവിടെ വെച്ച്? ഹൗദുൽ കൗസറിൻ്റെ അടുക്കൽ വെള്ളത്തിന് വേണ്ടി വരുമ്പോൾ ഇത് തൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ് എന്ന് മനസ്സിലാക്കുന്നത് ഈ ഒളുവിൻ്റെ നിറം കണ്ടിട്ടാണ്, തിളക്കം കണ്ടിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ ഒളു ചെയ്യുന്ന സമയത്ത് ഫർളിനേക്കാൾ കൂടുതൽ ഉള്ള സ്ഥലം കഴുകുന്നത്, നനക്കുന്നത് നല്ലതാണ്. കാരണം ഖിയാമത്ത് നാളിൽ അതിൻ്റെ അടയാളം കൂടുതൽ പ്രകടമാകുവാൻ വേണ്ടി. ഇവിടെ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹില്യത്ത് എന്ന് പറഞ്ഞാൽ ആഭരണം എന്നർത്ഥമുണ്ട്. അപ്പോൾ ഒളു ചെയ്ത ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ എന്ത് ചെയ്യും? ആഭരണം അണിയിക്കും. ആ ആഭരണം ഏതുവരെ അണിയിക്കും? ഒളുവിൻ്റെ വെള്ളം തട്ടിയ അതുവരെ അണിയിക്കും. ആ ആഭരണമാണ് ഈ തിളങ്ങുന്നത് എന്നർത്ഥമുണ്ട്. എന്ന് പറയുമ്പോൾ അത് ഒരു അംഗീകാരത്തിൻ്റെ ആഭരണമായിരിക്കാം, അല്ലേ? ഇവിടെ രാജാക്കന്മാരും അങ്ങനെയുള്ള ആളുകളൊക്കെ കയ്യിലും പല സ്ഥലത്തും പല ആഭരണങ്ങളും ധരിച്ചതായി നാം കണ്ടിട്ടുണ്ട്. അത് അവരുടെ ഒരു അംഗീകാരവും ആധികാരികതയുമാണ് എന്ന് മനസ്സിലാക്കാം. അതുപോലെയുള്ള ഒരു അംഗീകാരം അള്ളാഹു മുഅ്മിനീങ്ങളായ ആളുകൾക്ക് കൊടുക്കുന്നതായിരിക്കാം. പക്ഷേ ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് നല്ലതല്ല എന്നൊരു സന്ദേശം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ഒരു ഒളു ഈ അബൂ ഹാസിം കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പറയുന്നു, നിങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒളു ചെയ്യുമായിരുന്നില്ല. കാരണം അബൂ ഹാസിം മനസ്സിലാക്കിയ ഒരു ഒളു ഉണ്ട്. ആ ഒളുവായിട്ട് അദ്ദേഹം നടക്കട്ടെ. ഇനി അതിലൊരു മാറ്റത്തിരുത്തലുകൾ
കണ്ടു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് അതൊരു വസ്വാസായി, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലുള്ളവർക്ക് ഒരു വസ്വാസിൽ അത് ഇടയാകും. അപ്പോൾ അതില്ലാതിരിക്കുവാൻ വേണ്ടി യാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യുമായിരുന്നില്ല എന്ന് പറയാൻ കാരണം. മാഷാ അല്ലാഹ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.